അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പാത്തിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണത് ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിയെടുത്തത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഡൊമിനിക് സഹോദരൻ, ഡൊമിനിക്, അദ്ദേഹത്തിൻ്റെ വൈഫ് സിജി, പിന്നെ റോമിക്ക മകൾ, ഈ 3 കൂടിയാണ് സാക്ഷ്യം പറയണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നുവരെ ആരും പറയാത്ത സാധനമാണ്. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയണത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഉടമ്പടിയെടുത്തത്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, കുടുംബത്തിന് വലിയ കടങ്ങളൊന്നുമില്ല, കുടുംബത്തിന് സ്വസ്ഥവും സമാധാനമായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് പോയി. അപ്പോൾ ആ ഒരു കാലത്ത് ലീവിന് വന്നപ്പോൾ ഇവർ ഉടമ്പടി എടുത്ത്. ഈ ആൾക്കാരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മോശം കാലത്താണ് ഉടമ്പടി എടുക്കുന്നത്.
മോശം കാലത്തല്ലേ ഉടമ്പടിക്കണം. എല്ലാവരും ഒരു 99% ആൾക്കാരും മോശം ടൈമിലാവുന്ന ഉടമ്പടിക്കണം. അതുകൊണ്ടാണ് ഞാനീ സാക്ഷ്യം ഇങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞത്. നല്ല കാലത്ത് വന്ന ഉടമ്പടി. അപ്പം നല്ല കാലം എന്ന് പറയുമ്പോൾ ഈ കാലം ചേഞ്ച് ചെയ്യുമ്പോഴേ ഇപ്പം എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു ആശുപത്രി കിടപ്പ് ഉറപ്പാണ്. ഏത് ഈ ജൂൺ മാസത്തിൽ, പിന്നെ ഇനി ഫെബ്രുവരി മാസത്തിലാണ്. കാര്യം പെട്ടെന്ന് നമുക്ക് കൺട്രോൾ പോയിട്ട് ഈ കഫം വന്ന് അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ അലർജറ്റിക്കായിട്ട്, തണുപ്പിനോട് അലർജിയാണ്, അലർജറ്റിക്കായിട്ട് നമ്മുടെ ചെസ്റ്റ് ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറച്ച് തുള്ളി പനിച്ച് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇത് എപ്പോഴും തുടങ്ങിയാല കുഞ്ഞുനാളെ പോലുള്ള റെക്കറിങ് ആയിട്ടുള്ള സംഭവമാണ്. കാലം മാറുമ്പോൾ ബോഡി നമ്മൾ അറിയിക്കും. ഭയങ്കര സിവിയറാണ് ആ സമയത്ത്. പനിയൊക്കെ 103 വരും. അപ്പം ഇതിൻ്റെ ഒരു വിഷയം ഇതുപോലെ അത് സീസൺ ചെയ്യും. ഇതുപോലെ ജീവിതത്തിലും ചില സമയത്ത് സീസൺ ചേഞ്ച് ഉണ്ട്. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സീസൺ ചേഞ്ചിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇപ്പം ഇയാൾ ഈ പറയുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ആൾ ജീസസ് യൂത്തിലെ ഫുൾ ടൈമറാണ്. ഫുൾ ടൈമേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെപ്പോഴും അത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞ് ഇട്ടേക്കുമ്പോൾ ഇപ്പോൾ വലിയ യാത്രയില്ലേ, ലോങ് പോകേണ്ട ആൾക്കാരില്ലേ, ലോങ് പോകേണ്ട ആൾക്കാർ എന്ത് ചെയ്യും, അവർ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും. ഈ ആധ്യാത്മിക ആയിക്കൊണ്ടത് അതാണ് നല്ലതെന്ന് തോന്നുന്നത്. ചില ആൾക്കാർ ഈ ഷോർട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നല്ലത് 1/2 ലിറ്ററൊക്കെ അടിക്കത്തുള്ളൂ, 1 ലിറ്റർ വല്ല 100 രൂപയൊക്കെ അടിച്ചു വെക്കും. അപ്പം അത് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഒരു മിനിമം ഫിസിക്കൽ ലൈഫ് ഉള്ളെങ്കിൽ ഇതുപോലെ 100 രൂപയൊക്കെ 50 രൂപയൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരെ പോലെയാണ്. ലോങ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് സാക്ഷ്യം വഹിച്ചുള്ള സാക്ഷി ജീവിതമില്ലേ, അതിനാണ് ലോങ് പോകണമെന്ന് പറയുന്നത്. അങ്ങനെ ലോങ് പോകണവർ ഫുൾ ടാങ്ക് അടിക്കണം. ഈ ഡൊമിനിക് ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന പാർട്ടിയാണ്. കാര്യാണ്ട് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറാണ്. അപ്പോൾ അവർക്കറിയാം കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ഫുൾ സ്പിരിറ്റഡ് ആയിരിക്കണം. അപ്പോൾ സ്പിരിറ്റാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്, സ്പിരിറ്റിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പിരിറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറയുമെന്ന് പറയത്തില്ല. അപ്പോൾ അതിനടുത്ത് യോഹന്നാൻ 16:14 ഒരു ഭയങ്കര വചനമാണ്. യോഹന്നാൻ 16:14 വായിച്ചേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ സീസൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, നിങ്ങളോട് പറയും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈശോന്റെ ഉള്ളിലുള്ളത് നമ്മളെ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഫുൾ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നല്ലവണ്ണം സ്പിരിറ്റോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അത് കർത്താവ് നമ്മൾ അറിയിക്കും. അതാണല്ലേ കൃപാസനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം അതാണല്ലോ. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് അൾത്താരയിൽ ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ ആഘോഷമായിട്ട് വന്ന് പറഞ്ഞത്. അമ്മ ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആ മെസ്സേജ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഏത് ജില്ലകളിൽ ചെന്നാലും ഏത് രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന അതൊരു വേ ഓഫ് ലൈഫായിട്ട് ഇപ്പോഴൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉടമ്പടി ഒരു ജീവിത രീതി എന്ന രീതിയിലാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കുറേ ആൾക്കാർ ഇങ്ങനെ പുതുക്കിയിരിക്കും. ഇന്ന് അശ്വതി നായർ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു ഇന്നലെ. അതായത് അവർ പറഞ്ഞത്, എൻ്റെ കാശ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ വള കൊണ്ടേ പണയം വെച്ചു, ഇനി 35,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്, മാക്സിമം കിട്ടണം 35,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു 15,000 രൂപ കിട്ടുതാന്ന് പറഞ്ഞു. 15,000 രൂപയ്ക്ക് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യണത്. അപ്പോൾ അശ്വനായർ പറയുകയെ വള ഇടിപ്പിക്കുന്ന ഒരു ടൈമായി. അപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും. വള ഇടിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വള എടുക്കണമല്ലേ, അല്ല പിന്നെ പലിശ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടനെ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട്, എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ അയച്ചെന്ന് പറഞ്ഞു.
ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് അറിയത്തില്ല, ഞാനിപ്പോൾ ഒരു വളം എടുക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു ബന്ധവുമില്ല, അല്ല ഒരറിവും ഇല്ലാത്ത ചേച്ചി എനിക്ക് 20,000 രൂപ അയച്ചു തന്നു. അപ്പം അശ്വതി സാക്ഷിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവർ സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഈ കൃപാസനത്തിൽ വരണത്. എന്താ കാര്യം, അവർ ഇതിൻ്റെ കൂടെ അങ്ങ് മാതാവിൻ്റെ കൂടെ ജീവിക്കുകയോ മാതാവ് അവരുടെ കൂടെ ജീവിക്കുകയോ എന്തൊക്കെയാണ്. ഉടമ്പടിയുടെ ഒരു ലെവലെന്ന് പറയണത് നല്ല ശരിക്കും ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉടമ്പടിയുടെ ഫുൾ ഓപ്ഷനായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഉടമ്പടി ധ്യാനം പോലെ നീട്ടിപ്പറയാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ വിവരിച്ച് പറഞ്ഞുകൊള്ളാം. അപ്പോഴിപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ലോങ് പോകുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അതായത് അന്ന് വേണ്ട അപ്പത്തിന് വേണ്ടിയുള്ള മിനിമം പരിപാടിയായിട്ട് പ്രാർത്ഥന മാറ്റരുത്. മറിച്ച് പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ സർവ്വസജ്ജമായി ഇരിക്കാനാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മേലെ ഇത് ഡെയിലി ബ്രെഡ് എന്ന വചനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ഏതാണ്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവ നിങ്ങളോട് പറയും എന്നാണ്. എൻ്റെ പേര് രമ്യ ജിൻഡോ. ഞാൻ ഓസ്ട്രേലിയ മെൽബണിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മമ്മി 2022 മെയ് 25 വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങൾ നാട്ടിൽ മെയ് 28 വരാനിരിക്കെ എനിക്ക് അവിടെ വെച്ച് തലവേദന വന്ന് MRI ചെയ്തപ്പോൾ അതിൽ ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞു. അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മെയ് 24 എൻ്റെ സർജറി കഴിഞ്ഞു. എനിക്ക് 2 ചെറിയ മക്കൾ, 8 വയസ്സും 3 വയസ്സുള്ള 2 മക്കളും ഹസ്ബൻഡും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അപ്പോൾ പപ്പേനെയും മമ്മീനെയും അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാരണം പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ സർജറിക്ക് മുന്നേ ഇവിടെ എത്താൻ പറ്റിയില്ല അമ്മയുടെ അടുത്ത്. അപ്പം 25 വന്നാണ് എൻ്റെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ മമ്മി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അപ്പോൾ എടുത്ത സമയത്ത് തന്നെ എൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞ് അത് ബ്രെയിൻ ക്യാൻസർ ആണെന്നുള്ള ഫ്രോസൺ സെക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു. അതിന് ശേഷമാണ് മമ്മിയൊക്കെ വന്ന് എടുത്തത്. മമ്മിയൊക്കെ അത് കഴിഞ്ഞ് 27 മെൽബണിൽ വന്ന അന്ന് തൊട്ട് എൻ്റെ മമ്മി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ എന്നും തൈലം പരട്ടി തരുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫോർമൽ റിപ്പോർട്ട് വന്നപ്പം അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ക്യാൻസറായിരുന്നു എനിക്ക്, ഗ്ലയോബ്ലാസ്റ്റോമ ഗ്രേഡ് 4. അത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നോൺ മീതൈലേറ്റഡ് കേസ് എന്ന് പറയുന്നത്, അതായത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിനൊരു മരുന്ന്. അപ്പം ഓൾറെഡി ബ്രെയിൻ ക്യാൻസർ ആയ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾക്ക് ഒത്തിരി ലിമിറ്റേഷനുണ്ട്. അപ്പം ഈ മരുന്ന് എൻ്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു ഇത് ലെസ് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. മരുന്നിന് അസാധ്യമായിരിക്കും, പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും വേറെ മരുന്നില്ലാത്തത് കൊണ്ട് അവർ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുത്തെ വികാരിയച്ഛനെ കൊണ്ട് അത് ബ്ലെസ് ചെയ്യിപ്പിച്ച് ഓരോ കീമോ സെക്ഷനിലും അത് കഴിച്ചു. അതിനോടൊപ്പം എല്ലാ ദിവസവും വെഞ്ചിരിച്ച് ഉപ്പും തേനും, അതേപോലെ മമ്മി എന്നും എൻ്റെ തലയിൽ, എൻ്റെ മേള് തൊട്ട് താഴെ വരെ ഓരോ സ്ഥലത്തും മമ്മി തൈലം പുരട്ടി തരുമായിരുന്നു. അപ്പം അങ്ങനെ മമ്മി തൈലം പുരട്ടി തന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റേഡിയേഷൻ അതിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റേഡിയേഷൻ്റെ സമയത്ത് എൻ്റെ പെർമനൻ്റ് ആയിട്ട് അടച്ച പല്ല് ഇളകിപ്പോന്നു, ഒത്തിരി വേദനയായിരുന്നു. അപ്പോൾ ഓൾറെഡി റേഡിയേഷൻ ചെയ്യുന്ന സമയമായതുകൊണ്ട് എനിക്ക് വേറെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ബ്രെയിനിന് സർജറി കഴിഞ്ഞുകൊണ്ട് ഒത്തിരി സിവിയർ ആയിട്ടുള്ള പെയിൻ ടാബ്ലറ്റും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, മാതാവ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് വെഞ്ചിരിച്ച് ഉപ്പും തൈലവും പരട്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് എൻ്റെ പല്ലുവേദന പൂർണ്ണമായിട്ടും മാറി. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. അപ്പം എനിക്ക് ബ്രെയിൻ സർജറി കഴിഞ്ഞ് എൻ്റെ കണ്ണ്, റൈറ്റ് സൈഡിലെ കണ്ണ് എനിക്ക് തുറക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ജൂൺ 30 ഞാനും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എൻ്റെ ചേച്ചിയും ഒത്തിരി സ്വന്തപ്പെട്ടവരും ഒക്കെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണല്ലോ. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഓഡിയോ ബൈബിൾ വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിയോ ബൈബിൾ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കേൾക്കുമ്പോഴത്തോട്ടും ഈ സർജറിയും റേഡിയേഷനും എല്ലാം കാരണം ഞാൻ അപ്പം തന്നെ ഉറങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വലത് കണ്ണിനായിരുന്നു പ്രശ്നം. വലത് കണ്ണ് അടച്ചു വെച്ച് ഇടത് കണ്ണുകൊണ്ട് മാത്രം ബൈബിൾ വായിച്ചു തുടങ്ങി. അപ്പം ഒരു 2 വീക്സ് കൊണ്ട് എൻ്റെ ഈ കണ്ണിൻ്റെ ഇത് ഫുള്ള് മാറി. വലത് കണ്ണ് എനിക്ക് അല്ലാതെ എന്നെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും എൻ്റെ കണ്ണ് ഞാൻ നോക്കുന്നതും നടക്കുന്നതും എല്ലാം അങ്ങനെയായിരുന്നു. അതും അപ്രത്യക്ഷമായി.
അപ്പം അതിനോടൊപ്പം തന്നെ എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നതാണ്. 2020 കോവിഡ് വന്ന സമയത്ത് എൻ്റെ ശ്വാസം മുട്ട് മാറാത്ത കാരണം എക്കോ ചെയ്ത സമയത്ത് മനസ്സിലായി എനിക്ക് PFO എന്നൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന്. അപ്പം ആ ഹാർട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജനിക്കുമ്പം നമ്മൾ ആദ്യത്തെ കരച്ചിൽ കരയുമ്പോൾ നമ്മുടെ ആ ഒരു ഓപ്പണിങ് എല്ലാവർക്കും ഉണ്ട്. അത് ആദ്യത്തെ കരച്ചിൽ അത് അടയും. ഇല്ല, ഇൻ കേസ് അത് അടഞ്ഞില്ലെങ്കിൽ വിതിൻ 2 years ഓഫ് ലൈഫിലാണ് അത് അടഞ്ഞു പോകുന്നത്. അപ്പം എൻ്റെ അത് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മറന്നുപോയി. എൻ്റെ ബ്രെയിൻ സർജറിയുടെ സമയത്ത് പോലും ഞാൻ ഈ കണ്ടീഷൻ, എന്നോട് ഹാർട്ട് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് മറന്നുപോയിരുന്നു. മമ്മി ഒരു ദിവസം ഇതിങ്ങനെ പ്രതിഷ്ഠീന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മമ്മി തൈലം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എനിക്കൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ പ്രൈവറ്റായിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഓൾറെഡി ഒരു ബ്രെയിൻ സർജറി കഴിഞ്ഞതായതുകൊണ്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് അതിന് ആർട്ടിഫിഷ്യലായിട്ട് അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര പേടിയായി. ഇനി വീണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ എനിക്ക് കടന്നു പോകുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയായിരുന്നു. അപ്പോൾ എന്നും തൈലം പുരട്ടി മാതാവിനോട് പറഞ്ഞു, അടുത്ത എക്കോയിൽ ഇതുണ്ടാവരുതേ മാതാവേ, ഈ PFO അവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് എക്കോ ചെയ്ത് നോക്കിയപ്പം ആ PFO അവിടെ ഇല്ല. വിതിൻ 2 years ഓഫ് ലൈഫിൽ അടഞ്ഞു പോകേണ്ട ആ PFO ഇത്രയും പ്രായമായപ്പം മാതാവിൻ്റെ തൈലം പുരട്ടി അത് അടഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത്, നമ്മുടെ മുഖത്ത് നോക്കി അവരിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് അറിയണോ നിങ്ങളുടെ പ്രോഗ്നോസിസ്? അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിനക്ക് അറിയണോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രോഗ്നോസിസ് എത്ര കാലം ജീവിക്കും എന്ന് പറഞ്ഞത് വളരെ മോശമായ ഒരു സമയമായിരുന്നു എന്നോട് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ ആൻറ്റി ഇവിടെ വേറെ ലേക്ക് ഷോറിലെ ഒരു ഓൺകോളജിസ്റ്റിനെയും കണ്ടു. അപ്പോൾ അതിന് മോശമായ ഒരു പരിധിയാണ് അവരെനിക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ നിൻ്റെ മകൻ്റെ കൂടെ 33 വർഷം ജീവിച്ചല്ലോ. ഞാൻ എൻ്റെ മക്കൾക്ക് 8 വയസ്സും 3 വയസ്സും അല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് നീ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ മാതാവല്ലേ, എനിക്ക് സമയം കൂട്ടി തന്നെ മാതാവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള എല്ലാ MRIയിലും ഡോക്ടേഴ്സിന് വരെ അതിശയാണ്. കാരണം എൻ്റെ കീമോതെറാപ്പിയുടെ മരുന്ന് എഫക്റ്റീവ് ആവില്ല എന്ന് അവർ വിധി എഴുതിയ ടാബ്ലറ്റ്. അതുകൊണ്ടല്ല ഞാൻ സുഖപ്പെട്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ മാതാവും ഈശോപ്പയും ആണ് എന്നെ സുഖപ്പെടുത്തിയത്. നോ മോർ ഗ്രോത്താണ്. അപ്പം ഞാൻ എന്നും ഈ ഉടമ്പടി, ഓൺലൈനിൽ ഉടമ്പടി കൂടുമ്പോഴും അതേപോലെ തന്നെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഈ രൂപം കാണുമ്പോൾ ഞാൻ എന്നും പറയും, എൻ്റെ മാതാവേ, എനിക്ക് ഒന്ന് വന്ന അമ്മേനെ കാണാൻ പറ്റണേ. എനിക്കറിയാം എനിക്കിവിടെ വരാൻ പറ്റിയ അത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. കാരണം അവരെന്നോട് പറഞ്ഞത്, എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം ബ്രെയിനിൽ ക്യാൻസർ ആയതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്ത് ക്യാബിൻ പ്രഷറൊക്കെ കൂടുമ്പം അത് ബേസ്റ്റ് ആവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് എനിക്ക് തന്നിരുന്നില്ല. അപ്പോൾ അതിനുശേഷമുള്ള എൻ്റെ 3 MRIയും നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് അവർ ഈ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ ജാനുവരിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയി. അതിന് ശേഷമുള്ള MRIയും ഓക്കെ ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പം ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ പപ്പയ്ക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ രാത്രിയിൽ പപ്പയുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേകതരം ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ ഫുൾ ടൈം 12 hours ഫ്ലൈറ്റ് ഉണ്ട്. ആ സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ജപമാലയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയായിരുന്നു. മാതാവേ, സഞ്ചാരി മാതാവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, നീ സഞ്ചാരി മാതാവല്ലേ, ഫ്ലൈറ്റിൽ നീ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം പപ്പയുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേക സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്കും പപ്പ അൺറെസ്പോൺസീവ് ആയിരുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഉറക്കം നിലവിളിച്ചു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റിലുള്ള വേറെ ആൾക്കാർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കംപ്രഷൻ കൊടുത്തു. പപ്പ പിടിയിന്ന് എഴുന്നേറ്റു. അതിനുശേഷം ഇവിടെ വന്നു. പപ്പ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ പപ്പയ്ക്ക് ചെറിയൊരു സ്ട്രോക്കും ഒക്കെ വന്നാന്നാണ് അവർ പറഞ്ഞ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, മാതാവാണ് ആ സമയത്ത് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതും ഞങ്ങളെ ഇവിടെ സേഫായിട്ട് എത്തിപ്പിച്ചതും എന്നുള്ളതിന് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പണ്ടൊരു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നു ഞാൻ. സൺഡേയിൽ മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കീമോ ചെയ്യുന്ന ഒരാളുടെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അന്നേരം എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറയും, നിനക്ക് പറ്റുമോ? ഞാൻ സിക്ക് ബാഗും പിടിച്ചിട്ടാണ് പള്ളിയിൽ പോണതും കുർബാന കണ്ടതും. പക്ഷെ ഒരിക്കലും കുർബാനയുടെ സമയത്തോ കുർബാന സ്വീകരിച്ചതിന് ശേഷവും ഞാൻ ഒമിറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഞങ്ങൾ ആദ്യത്തെ MRI കഴിഞ്ഞ് അതിലൊരു ഗ്രോത്തും ഇല്ല എന്ന് മനസ്സിലാക്കി ഞങ്ങളെല്ലാ ആഴ്ചയിൽ ഒരു ദിവസം 12 hour ചെയിൻ റോസറി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമായിരുന്നു.
അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, അങ്ങനെ പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും അവിടെ ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചേച്ചി ഇവിടെ ഒക്ടോബറിൽ വന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പൈസ അവർ എന്ത് ചെയ്തിട്ടും തരാൻ കൂട്ടാക്കാതെ ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ അത് മാതാവിന് ഇവിടെ വന്ന് ചേച്ചി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടും അത് കിട്ടി, ഒരു കുഴപ്പമില്ലാതെ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റ് ചെയ്തപ്പം 2nd ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പം കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ഹസ്ബൻഡിന് ഒരു പേസ് മേക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ 12th ഏർലി മോർണിംഗിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്, നാട്ടിൽ വന്നത്. അപ്പോൾ 14th ഞങ്ങളിവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് പേസ് മേക്കർ ഒന്നും വേണ്ടി വരരുതേ, ഇവിടുത്തെ ഹോൾട്ടർ മോണിറ്ററിൽ ഒരു കുഴപ്പം ഉണ്ടാവല്ലേ എന്ന്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹോൾട്ടർ മോണിറ്റർ ചെയ്തു. ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റിൽ ഹസ്ബൻഡിന് ഒരു ഹാർട്ട് ബ്ലോക്കും ഇല്ല, ഒരു ഇൻ്റർവെൻഷൻസും അതിന് വേണ്ട. അതേപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.